കാസർഗോഡ് ജില്ലയിൽ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതിവർഷാനുകൂല്യം വിതരണം ചെയ്തു തുടങ്ങി. വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള അതിവർഷാനുകൂല്യത്തിന്റെ രണ്ടാം ഗഡുവാണ് കാസർഗോഡ് ജില്ലയിൽ വിതരണം ചെയ്തു തുടങ്ങിയത്. ആനുകൂല്യ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇത് സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസോടുകൂടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2014 മുതൽ 18 മാർച്ച് വരെയുള്ള കാലയളവിൽ അതിവർഷാനുകൂല്യത്തിന് അപേക്ഷ നൽകിയവരിൽ അവർക്ക് ലഭിക്കേണ്ടുന്ന തുകയുടെ പകുതി മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. ബാക്കി തുക കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി ജില്ലകളിൽ ഇതുപോലുള്ളൊരു പരിപാടികൾ സംഘടിപ്പിച്ച് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ചിലർ ചോദിക്കുന്നുണ്ട്, ഇതിനിങ്ങനെയൊക്കെ ഒരു പരിപാടി ആവശ്യമുണ്ടോ, കൊടുക്കാനുള്ളതങ്ങ് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവർ. ചിലർക്ക് തെറ്റിദ്ധാരണ ഇതെന്തോ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന്. ചില യൂണിയൻ്റെ ആളുകൾ ഇന്നത്തെ ഈ പരിപാടിയിൽ വരാമെന്ന് സമ്മതിച്ചെങ്കിലും വരാതിരിക്കുന്നതിൻ്റെ കാരണം ഇത് ഗവൺമെൻറ് വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ സംഘടിപ്പിച്ചതാണ്, അതുകൊണ്ട് അവരുടെ പ്രചരണത്തിൽ ഞങ്ങളെ കൂട്ടിപ്പിടിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചിട്ടായി. ചടങ്ങിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഭരണസമിതി അംഗം ബംഗളം പി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ KR വിപിൻ ആനുകൂല്യ വിതരണം സംബന്ധിച്ച് ക്ലാസ് എടുത്തു. KSKTU ജില്ലാ സെക്രട്ടറി KB കുഞ്ഞിരാമൻ, BKMU ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, BMS KTS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, KSTF ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ താനത്തിങ്കാൽ, HMS ജില്ലാ പ്രസിഡന്റ് EV ഗണേശൻ എന്നിവർ സംസാരിച്ചു. ഓഫീസ് സ്റ്റാഫ് K ബാബു നന്ദി പറഞ്ഞു. 13 പേർക്ക് നേരിട്ടും 137 പേർക്ക് ട്രഷറി വഴിയുമാണ് ആദ്യ ദിനത്തിൽ ആനുകൂല്യം വിതരണം ചെയ്തത്. വരും ദിവസങ്ങളിൽ തന്നെ മറ്റുള്ളവർക്കുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.